ഇത് സാംസങ് ഗാലക്സി S23 അൾട്ര. ഇതിന്റെ എ സ്കോർ 2502 ആണ്. ഇത് റെഡ്മി നോട്ട് 13 5G. ഇതിന്റെ എ സ്കോർ വെറും 75.2 ആണ്. സോ എങ്ങനെയാണ് സ്മാർട്ട് ഫോണിന്റെ എ സ്കോർ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം. അതിനു മുന്നേ റീസെന്റ് സാംസങ് ഗാലക്സി S24 സീരീസ് ഇറക്കി ആൻഡ് അവരുടെ ഏറ്റവും വലിയ ഇന്നോവേഷൻ ഇപ്രാവശ്യം എ ആയിരുന്നു. പക്ഷേ ആ ഒരു ഇവന്റിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എ ഫീച്ചേഴ്സ് കിട്ടാൻ വേണ്ടി ഞാൻ S24 സീരീസ് മേടിക്കണോ അതോ എല്ലാ സ്മാർട്ട് ഫോണുകളിലും ആ പറഞ്ഞ എ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് വഴി കിട്ടുമോ? ഈ ഒരു ചോദ്യത്തിന്റെ വിശദമായിട്ടുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ നമ്മുടെ കാഴ്ചക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് ഒരു 14-15 വയസ്സ് മുതൽ 24 വയസ്സിന്റെ ഇടയിലുള്ളവരാണ്. ഈ പ്രായക്കാരിൽ പല ആൾക്കാരും +2 പഠിക്കുന്നവരുണ്ടാവും, +2 കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്നവരുണ്ടാവും. ഇതിനെല്ലാം നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കുന്നു. യെസ്, പ്രോഗ്രാമുകൾ എഴുതാൻ വേണ്ടിയുള്ള ലാംഗ്വേജസ്. സോ നോർമലി നമ്മളൊരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെയാണ്, നമ്മൾക്ക് ഒരു സ്പെസിഫിക് ടാസ്ക് തരും, 2 നമ്പറുകൾ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് 2 നമ്പർ ഇൻപുട്ട് ആയിട്ട് കിട്ടും. ആ 2 നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട ഔട്ട്പുട്ടിന്റെ കോഡാണ് എഴുതുന്നത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഇൻപുട്ട് എന്നും എന്താണ് വരേണ്ട ഔട്ട്പുട്ട് എന്നും ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഈ നിങ്ങളോട് ഞാൻ വേറൊരു പ്രോഗ്രാം എഴുതാൻ പറയുവാണ്. അതായത് രാജു എന്ന് പറഞ്ഞൊരു കുട്ടി കഴിഞ്ഞ 9 പ്രാവശ്യമായിട്ടും ക്ലാസ്സിലെ ടോപ്പ് സ്കോറർ ആണ് രാജു. 10ാമത്തെ പ്രാവശ്യമുള്ള ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ രാജു ടോപ്പ് സ്കോറർ ആവുമോ? ഈ ഒരു ചോദ്യത്തിന് സാധാരണ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 9 പ്രാവശ്യം രാജു ജയിച്ചോ തോറ്റോ എന്നുള്ള കാര്യം യാതൊരു പരിഗണനയും ഇല്ലാതെ 10ാമത്തെ പ്രാവശ്യം എന്താണോ റിസൾട്ട് വരുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കും രാജു ടോപ്പർ ആവുമോ അല്ലയോ എന്നൊരു ഔട്ട്പുട്ട് ഒരു സാധാ പ്രോഗ്രാം തരാൻ പോകുന്നത്. അവിടെയാണ് നമ്മൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം വരുന്നത്. സോ ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 9 പ്രാവശ്യം രാജു ജയിച്ചോ ഇല്ലയോ എന്നുള്ള ഡേറ്റ ഉപയോഗിച്ച് 10ാമത്തെ പ്രാവശ്യം രാജു ജയിക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് എത്രത്തോളം കൃത്യമായിട്ടാണ് ആ ഒരു എ പ്രഡിക്റ്റ് ചെയ്യുന്നത് അത്രത്തോളം നല്ല ഒരു എ ആയിരിക്കും അത്. ഇപ്പൊ ഏകദേശം എ എന്താണെന്ന് പിടിയിട്ടില്ലേ? ഒരു ലാർജ് ഡേറ്റാ സെറ്റ് ഉണ്ടാവും. ആ ഒരു ലാർജ് ഡേറ്റാ സെറ്റിൽ നിന്നും ആ ഒരു പ്രോഗ്രാം പഠിക്കുന്നു. പഠിച്ച ശേഷം പുതിയതായി എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ ഓർത്ത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്, ഇന്നിന്ന പാറ്റേണുകളാണ് അവിടെ വന്നിരിക്കുന്നത്, ഇന്നിന്ന സാമ്യതകളാണ് ഉള്ളത്, ഇതുമായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സാധനം എന്തൊക്കെയായിട്ടാണ് മാച്ച് ഉള്ളത്, ഇങ്ങനെ മാച്ച് ആയെങ്കിൽ അത് എന്ത് വസ്തുവാണ്, ആൻഡ് ഈ ഒരു വസ്തു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ഔട്ട്പുട്ട് ആയിരിക്കും ഇത്രയും പ്രാവശ്യം വന്നത് ഇപ്രാവശ്യം വരേണ്ടത് എന്നുള്ള കാൽക്കുലേഷൻസ് എല്ലാം ഇന്റലിജന്റ്ലി ചെയ്യുന്ന ഒരു സ്മാർട്ട് ആയിട്ടുള്ള പ്രോഗ്രാം. ബേസിക്കലി നിങ്ങൾക്കും ഒരു എ ഉണ്ടാക്കാനായിട്ട് 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ലേണിംഗ് അഥവാ നിങ്ങൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ പഠിപ്പിക്കുക, എന്ത് ടാസ്ക് ആണ് നീ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന്. രണ്ടാമത്തത് റീസണിങ്. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം വരുവാണെങ്കിൽ നീ എന്ത് ചെയ്യണം, വേറൊരു രീതിയിലാണ് വരുന്നതെങ്കിൽ നീ എന്ത് ചെയ്യണം എന്ന് ഇന്റലിജന്റ്ലി ആ പ്രോഗ്രാം തന്നെ സെലക്ട് ചെയ്യാനുള്ള റീസണിങ് നിങ്ങൾ പഠിപ്പിക്കണം. മൂന്നാമത്തേത് സെൽഫ് കറക്ഷൻ. അഥവാ നിങ്ങളുടെ എ പഠിച്ചത് വെച്ച് ഒരു ഔട്ട്പുട്ട് തന്നു, എന്നാൽ ആ ഒരു ഔട്ട്പുട്ട് അല്ല നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ ആ ഒരു എ അതിൽ നിന്നും പഠിക്കണം. ഓക്കെ, ഇതല്ല വേണ്ടിയിരുന്നത്, വേറൊരു ഔട്ട്പുട്ടാണ്. സോ നെക്സ്റ്റ് ടൈം ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാതെ വേറെ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി സെൽഫ് കറക്റ്റ് ചെയ്ത് കാണിക്കണം. ആൻഡ് 4ാമത്തേതാണ് ക്രിയേറ്റിവിറ്റി. ഇത്രയും വലിയ ഡേറ്റാ സെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇത്രയും അൽഗോരിതം ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് സെൽഫ് കറക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് പുതിയതായി ഒരു AI എങ്ങനെ എന്ത് ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, തിരിച്ച് വിഷയത്തിലേക്ക് തന്നെ വരാം. സോ ബേസിക്കലി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, വളരെ ഹൈ കപ്പാസിറ്റി, ഹൈ ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സർ വേണം. പ്രോസസ്സർ ആണല്ലോ ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും വലിയ ബ്രെയിൻ. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. സോ ഒരു നല്ല പ്രോസസ്സർ, നല്ല റാം, നല്ല സ്റ്റോറേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ റൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളുടെ ഡിവൈസിന്റെ ഉള്ളിൽ എ റൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോസസ്സർ ഉണ്ടോ, നല്ലൊരു NPU അഥവാ ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു AI ബെഞ്ച് മാർക്ക്. ഞാൻ ഏറ്റവും ആദ്യം കാണിച്ചത് ഈ 2 സ്കോറുകളില്ലേ, ഈ 2 സ്കോറുകൾ ഈ 2 ഡിവൈസുകളുടെയും ഉള്ളിലുള്ള പ്രോസസ്സറിലുള്ള ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ എനെ പ്രോസസ്സ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രോസസ്സർ എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ സ്കോറാണ്. ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് AI ബെഞ്ച് മാർക്ക് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ റൺ ചെയ്യുക. ഏകദേശം 20-25 മിനിറ്റോളം എടുക്കും. ആ ഒരു റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചൂടാവും. എന്നാൽ
എന്നാൽ അതിൽ പലതരം ടെസ്റ്റുകളുണ്ട്. ഇമേജ് കാണിച്ച് ഈ ഒരു ഇമേജ് എന്താണ്, വാക്കുകൾ തമ്മിൽ ഫില്ല് ചെയ്യുക, വാക്കുകൾ ഉപയോഗിച്ച് ഇമേജ് ജനറേറ്റ് ചെയ്യുക, ഇഷ്ടം പോലെ ടാസ്കുകൾ കൊടുത്തതിന് ശേഷം എങ്ങനെ പെർഫോം ചെയ്യുന്നു നിങ്ങളുടെ ഫോണിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സർ എന്നുള്ളതിൻ്റെ സ്കോർ. സോ ഡെഫിനറ്റ്ലി സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസറിൻ്റെ ഉള്ളിൽ നല്ലൊരു പ്രോസർ ഉള്ളതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ഓൺ ഡിവൈസ് സ്കോർ ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഓൺ ഡിവൈസ് സ്കോർ എത്രയാണെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഞാനൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഒരു വലിയ ഡൈനോസർ ഒരു റോക്കറ്റിൻ്റെ ഉള്ളിലിരുന്ന് കൂളിംഗ് ഗ്ലാസും വെച്ച് പാട്ടും കേട്ട് ചില്ല് ചെയ്ത് മൂണിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു ഫോട്ടോ എനിക്ക് വേണം എന്ന് ഞാൻ ഈ ഒരു ഫോണിൻ്റെ ഉള്ളിലുള്ള ഓൺ ഡിവൈസ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുപെടും. അതുകൊണ്ട് തന്നെയാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറുള്ള മാക്കിനകത്ത് പോലും നിങ്ങൾ ഫോട്ടോഷോപ്പ് റൺ ചെയ്യുമ്പോൾ ജനറേറ്റീവ് അഥവാ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ഇമേജ് ഉണ്ടാക്കുന്ന ഫീച്ചർ യൂസ് ചെയ്യുവാണെങ്കിൽ ആക്റ്റീവായിട്ടൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു പ്രോംപ്റ്റ് നെറ്റ്വർക്കിലേക്ക് പോയി അവിടെയുള്ള വളരെ വലിയൊരു പ്രോസസ്സറിനുള്ളിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഇമേജ് റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തിരിച്ചു കിട്ടുന്നത്. സോ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ രീതിയിലുള്ള ട്രാൻസ്ലേഷൻസ്, അതേപോലെ ടെക്സ്റ്റ് ടു സ്പീച്ച്, പല ഭാഷകൾ നിങ്ങളുടെ ഏടകത്ത് ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് ഇന്ന ഭാഷ വരുവാണെങ്കിൽ ഇന്ന ഭാഷയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് ആയിരിക്കണമെന്നുള്ള ടെക്സ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിവൈസിൻ്റെ ഉള്ളിൽ ഒരുവിധം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം ടെക്സ്റ്റുകളുടെ ഡേറ്റ സൈസ് ഭയങ്കര കുറവായിരിക്കും. സോ കുറഞ്ഞ സൈസിൽ കുറേ ഡേറ്റ ഫീഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ട്രാൻസ്ലേഷൻസ് ഓൺ ഡിവൈസ് പറ്റും. ഈവൻ ഒരു കാര്യം ഞാൻ പറയാം, S24 Ultra എന്ന് പറഞ്ഞ ഡിവൈസ് കാണിച്ച സമയത്ത് പോലും നിങ്ങൾക്ക് ലൈവ് കോൾ ട്രാൻസ്ലേഷൻ, അതേപോലെ ലൈവായിട്ട് നമ്മളിങ്ങനെ അമർത്തിപ്പിടിച്ച് ഒരു ഭാഷ പറഞ്ഞ് വേറെ ഭാഷയിൽ കേൾക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ഓൺ ഡിവൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ഫോട്ടോ എഡിറ്ററിൽ പോയിട്ട് ഒരു ഫോട്ടോനെ സ്ലാൻഡ് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ആ ഒരു എക്സ്പാൻഷൻ അഥവാ ജനറേറ്റീവ് പരിപാടി നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ ഓൺ ഡിവൈസ് പ്രോസസ്സിംഗ് മതി എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രോംപ്റ്റ് വരും, ഓൺ ഡിവൈസ് പ്രോസസ്സിംഗ് കൊണ്ട് ഇത് നടക്കില്ല, ഓൺലൈനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അഥവാ S24 Ultra പോലെ പവർഫുൾ ആയിട്ടുള്ള ഡിവൈസിൻ്റെ അകത്തുള്ള ക്ക് പോലും ഇത്തരത്തിലുള്ള ജനറേറ്റീവ് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിന് ഓൺലൈൻ വേണം. നമ്മുടെ ഡേറ്റ ഓൺലൈനിൽ കൊടുത്ത് അതിൽ നിന്നും വരുന്ന ജനറേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് തരുന്നത്. ആൻഡ് ഇതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇവന്റിന്റെ അവസാനം പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മറ്റ് ഫോണുകളിലും ലഭിക്കും അപ്ഡേറ്റിലൂടെ ഈ വരുന്ന വർഷം എന്ന്. സോ നമ്മൾ കണ്ട പോലെ ഇത്ര നല്ല പ്രോസസ്സിംഗ് ഉള്ള S23 Ultra, അതേപോലെ ഫ്ലിപ്പ്, ഫോൾഡ്, ടാബ് ഫോണുകളെല്ലാം സുഖമായിട്ട് ഈ ഒരു കാര്യം വരും. കാരണം പ്രോസസ്സിങ്ങിൻ്റെ 3/4 ഭാഗവും നടക്കുന്നത് ഓൺലൈനിലാണ്, ക്ലൗഡിലാണ്, ഫോണിൻ്റെ അകത്തല്ല. ഫോണിൻ്റെ അകത്ത് നടക്കുന്ന നിസ്സാരമായിട്ടുള്ള ഒബ്ജക്റ്റ് എറേസർ, റീമാസ്റ്റർ പോലെയുള്ള കാര്യങ്ങളെല്ലാം 4-5 വർഷം മുന്നേ വന്ന ഡിവൈസുകളിൽ പോലും ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സോ നമ്മുടെ $1 million ചോദ്യം, നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും വരുമോ അപ്ഡേറ്റിലൂടെ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ റെമിനി ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഫോണിൽ ChatGPT, Copilot പോലെയുള്ള ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഫോണിൽ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ്, ഫേസ് സ്വാപ്പിംഗ് അതേപോലത്തെ ആപ്ലിക്കേഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഫീച്ചേഴ്സ് ഏതൊരു സ്മാർട്ട് ഫോണിലും ലഭിക്കും. കാരണം നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ അകത്തുള്ള ഓൺ ഡിവൈസ് ഇന്റലിജൻസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. ഭൂരിഭാഗം കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് ക്ലൗഡിലാണ്. സോ ബേസിക്കലി നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ഫോണിലെല്ലാം ട്രൂ കോളർ ഉണ്ടാവും. ഒരാൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഇല്ല എങ്കിൽ ആ ഒരാൾ ഏതാണ് എന്ന് ട്രൂ കോളർ കാണിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ട്രൂ കോളറിന്റെ ഇപ്പോഴത്തെ ഡേറ്റാബേസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വെക്കാൻ പറ്റുമെങ്കിൽ നെറ്റ് ഇല്ലെങ്കിലും ആരാണ് വിളിച്ചത് എന്ന് കാണിച്ചു തരും. പക്ഷേ ആ ഒരു ഡേറ്റ ആക്യുറേറ്റ് ആണോ അല്ലയോ എന്നറിയില്ല. കാരണം നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തപ്പോഴുള്ള ഡേറ്റ മാറിയോ ഇല്ലയോ എന്നറിയില്ല. സോ ഓൺ ഡിവൈസ് അങ്ങനെ തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ഡേറ്റ സെറ്റ് പഠിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾക്കൊരു കാര്യം കാണിച്ചു തരുന്നു. പക്ഷേ ഇന്റർനെറ്റിൽ കണക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു സ്മാർട്ട് ഫോണിലും അപ്ഡേറ്റ് വഴി നിങ്ങൾക്ക് ഫീച്ചേഴ്സ് എല്ലാം ഇന്റർനെറ്റ് മുഖേന ലഭിക്കുന്നതായിരിക്കും. ഓൺ ഡിവൈസ് ഉള്ള ആ ഒരു പ്രോസസ്സിംഗ് ഇപ്പോഴത്തേക്ക് ഈവൻ S23 Ultra, S24 Ultra പോലെയുള്ള ഫോണിൽ പോലും വളരെ പരിമിതമാണ്. സോ നിങ്ങളുടെ ഫോണിൽ ബെഞ്ച് മാർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫോൺ ഏതാണെന്നും ബെഞ്ച് മാർക്ക് സ്കോർ എത്രയാണ് വന്നതെന്നും ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. സോ മറ്റുള്ളവർക്കും ഒരു ഐഡിയ ഉണ്ടാവും ആ ഒരു ഫോണിൽ എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട് എന്ന്.